telling you that we will not allow you to rise in this land. ഏത് പൈശാചിക്ക് പറയുന്നു ഈ ദേശത്ത് നിങ്ങൾ പ്രബലരാകുവാൻ അനുവദിക്കുകയില്ലെന്ന്. In their midst, അവരുടെ മധ്യത്തിൽ God is going to prepare a table for you. നിങ്ങൾക്ക് വേണ്ടി ഒരു മേശ ഒരുക്കാൻ ആഗ്രഹിക്കുന്നു. He is a God who prepares a table in front of your enemies. നാം സേവിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്നവനാണ്. Hallelujah. Maybe you might be praying for a long time. ഒരുപക്ഷേ നിങ്ങൾ ദീർഘകാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. You might be saying, why Lord, there is no deliverance in my life. ഒരുപക്ഷേ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുന്നു? You might be telling, why there is no breakthrough in my life. ഒരുപക്ഷേ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു ഉദ്ധാരണം ഉണ്ടാകുന്നില്ല? Tonight I want to tell you this one thing. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം കൂടെ പറയാനാണ്. Don't lose heart. നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകരുത്. Don't lose faith. Don't lose faith. നിങ്ങളുടെ വിശ്വാസം ക്ഷീണിച്ചു പോകരുത്. The Spirit of the Lord is speaking to you tonight. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത്, do not lose faith, do not lose heart, because I am also preparing a longer table for you. How long the duration of your sickness was, how long the duration of your bondage was, according to that, the table before you is being prepared. Amen. നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകരുത്. നിങ്ങളുടെ വിശ്വാസത്തിൽ ദുർബലമായി തീരരുത്. നിങ്ങളുടെ സകല രോഗങ്ങളുമായി നിങ്ങൾക്ക് വേണ്ടി നല്ല വിശാലമായ ഒരു മേശ നിങ്ങളുടെ മുമ്പാകെ ദൈവം വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. 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 I don't care what your problem is. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നതിനെ കുറിച്ച് എനിക്ക് പ്രശ്നമില്ല. I don't care what difficulty you're going through. നിങ്ങൾ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു അതെനിക്ക് പ്രശ്നമല്ല. But I want you to know that I just care about one thing, that the healer and the deliverer of your soul, of your problems is here tonight. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുവിച്ച് നിങ്ങളുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. Hallelujah. 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 Amen. Jesus is here tonight. യേശു ഈ രാത്രി ഇവിടെയുണ്ട്. The good shepherd is here tonight. നല്ല ഇടയൻ ഇന്ന് രാത്രി He is coming in search of you. യേശു കടന്നു നമ്മെ ഓരോരുത്തരെയും സെർച്ച് ചെയ്ത് നമ്മെ ഓരോരുത്തരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. No matter what you're going through, നിങ്ങൾ എപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം സംഭവിക്കുന്നത് പ്രശ്നമല്ല. no matter what circumstance you're going through in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വരുന്നത് പ്രശ്നമല്ല. I want to tell you one thing, എന്നാൽ ഒരു കാര്യം ഞാൻ പറയാൻ that the good shepherd is here. ആ നല്ല ഇടയൻ നമ്മുടെ മധ്യത്തിലുണ്ട്. He is coming just for you. ഇന്ന് രാത്രി അവൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. To lift you out of that pit. നിങ്ങളെ ഈ കുഴിയിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടി, out of that stronghold, ഈ ദുഷ്ടന്റെ കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിക്കാൻ വേണ്ടിയാണ്. that pit which is holding you. ഒരുപക്ഷേ അത് നിങ്ങളെ വളരെ ശക്തമായി മുറുകെ പിടിക്കുന്നുണ്ടായി. This pit is a pit which is like it is threatening to destroy you. ഈ കുഴി എന്ന് പറയുന്നത് നിങ്ങളെ തകർക്കാൻ വേണ്ടി ഉള്ളതായ ഒരു കുഴിയാണ്. But the strong hand of the good shepherd is able to lift you up from that pit and able to make you stand on a rock to stay. എന്നാൽ ഈ നല്ല ആ ഇടയന്റെ ശക്തമായ കരം നിങ്ങളെ ആ കുഴിയിൽ നിന്ന് വലിച്ചെടുത്ത് നല്ലതായ ഒരു പാറമേൽ നിർത്തുവാൻ കഴിവുള്ളതാണ്. Hallelujah. Hallelujah. Hallelujah.